നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സന്തോഷ്. അവസാന മണിക്കൂറിൽ എത്തിയിരിക്കുന്നു. ഇനി 15 മിനിറ്റ് 10 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ വോട്ടെടുപ്പ് അവസാനിക്കാൻ. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കള്ള വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവസാന മണിക്കൂറിലെ കണക്കുകൾ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പത്തനംതിട്ടയിൽ ഇപ്പോ ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ 60% മേളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം ഈ മണ്ഡലത്തിൽ നടന്ന വോട്ട് ശതമാനം 74.12 എന്ന ശതമാനമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 10 മിനിറ്റുകളുടെ മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ള സമയം അവസാനിക്കാൻ ഇനി വേണ്ട 10 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ 60.02% വോട്ടാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നിലവിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമസഭാ മണ്ഡലം അത് പൂഞ്ഞാറാണ്. പൂഞ്ഞാർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തെ വോട്ട് നിലവാരം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ആന്റോ ആന്റണിയാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. ആ ആന്റോ ആന്റണിക്ക് അന്ന് ലഭിച്ച വോട്ടെന്ന് പറയുന്നത് 3,80,927 വോട്ടാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് വീണ ജോർജാണ്. ഇപ്പോഴത്തെ മന്ത്രിയുമായിട്ടുള്ള വീണ ജോർജാണ്. വീണ ജോർജിന് അന്ന് ലഭിച്ചിരുന്നത് 3,36,684 വോട്ടാണ്. അന്ന് അതിന് NDA സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിച്ചത് കെ സുരേന്ദ്രനായിരുന്നു. കെ സുരേന്ദ്രൻ ആ ഇലക്ഷനിൽ ലഭിച്ച വോട്ട് 2,97,396 വോട്ടാണ്. ഈ ഒരു നിലയിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ വോട്ട് പങ്കിട്ടപ്പോൾ ആ ഇലക്ഷനിൽ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ പത്തനംതിട്ടയിൽ ഉയർന്നു വന്ന ശതമാനം എന്ന് പറയുന്നത് 74.12% അത് വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് കൂടി മാത്രമാണ് നിശ്ചയിച്ച സമയമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2019 ഇലക്ഷനെ വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ രാവിലെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉയർന്ന പോളിംഗ് നിരക്കാണ് ഉണ്ടായി വന്നത്. ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഏതാണ്ട് 40-നടുത്ത് ശതമാനം പോളിംഗ് നടന്നിരുന്നു. എന്നാൽ ഇപ്പം ഈ നിലയിൽ തുടർന്നാൽ ഇത് 70-ലേക്ക് എത്തുമോ എന്നുള്ള, അല്ലെങ്കിൽ 74-ലേക്ക് എത്തുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്താ ഇപ്പോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പന്തളം, അടൂര്, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ ബൂത്തുകളിൽ നല്ല നിലയിൽ വോട്ടർമാരെത്തി. വലിയ ക്യൂ ഉണ്ട്. പന്തളത്ത് ഒരു സ്കൂളിലെ 3 ബൂത്തിൽ ഏതാണ്ട് ഓരോ ബൂത്തിലും 200 പേരിലധികം വോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അടൂര് ഒന്നിലധികം സ്കൂളുകളിൽ വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും പത്തനംതിട്ടയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളവരുടെ കണക്ക് നോക്കുമ്പോൾ 8,66,212 വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും വരും നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇനി 10 മിനിറ്റ്. സന്തോഷ്, വ്യക്തമാണ്. എന്തായാലും ഇനി അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ടയിൽ 60.36% ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അവസാന മണിക്കൂറിലെ കണക്കുകൾ കൂടി അറിയേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് നിരവധി പരാതികളും ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കള്ളവോട്ടിൽ പരാതികൾ ഉയർന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞതിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നാണ് സന്തോഷ് നൽകുന്ന വിവരം. എന്തായാലും അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. ഇനി അവസാന മണിക്കൂറിലെ വോട്ടിംഗ് ശതമാനവും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ 65% കടന്നിരിക്കുന്നു വോട്ടിംഗ്. 64.73% ആണ് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. 5:15 വരെയുള്ള കണക്കാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് മണിക്കൂറിൽ കൂടി 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അവസാന 6 മണിയോടെ വോട്ടെടുപ്പ് അവസാനിക്കും. 64.94% ഇതുവരെ രേഖപ്പെടുത്തിയ പോളിംഗ്. മറ്റു വാർത്തകളിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം.